നാരായണ ഗുരുവിനെ കുറിച്ച് അരുമശിഷ്യനായ നടരാജ ഗുരുവിന്റെ ഒരു വീക്ഷണം എങ്ങനെയാണ് എന്ന് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റുന്നതല്ല. കാരണം അത് ഗുരുശിഷ്യ പാരസ്പര്യ. ഞാൻ മൂന്നാമത് നല്ലോടെ ഇരിക്കുന്ന ഒരുത്തനാണ്. രണ്ട് മഹാഗുരുക്കന്മാരെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയാന്ന് പറയുന്നത് ഏറ്റവും വലിയ അവിവേകമാണ് എന്നുള്ളതാണ് ഞാൻ ആദ്യം എടുക്കുന്ന ജാമ്യം. വക്കീലായതുകൊണ്ട് ഞാൻ തന്നെ ജാമ്യം എടുക്കുകയാണ്. പിന്നെ അതിനെക്കുറിച്ച് പറയാൻ എനിക്കെന്തോ യോഗ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഗുരുവിന്റെ കാൽക്കെ കൊണ്ട് തലയടിച്ചിട്ട് ഉള്ള ഒരാളായതുകൊണ്ട് ആ കാൽക്കെ ചെന്ന് വീണിട്ടുണ്ട് എന്നുള്ളത്, അല്ല ആ ഗുരുക്കന്മാരുടെ മുന്നിൽ ചെന്ന് തലയടിച്ച് കിടന്നുകൊണ്ടുള്ള ഒരു ധൈര്യത്തിന്റെ ഉണ്ടെങ്കിൽ പറയാം എന്തെങ്കിലും. വേദാന്ത സംബന്ധമായ കാര്യമല്ല പറയാൻ പോകുന്നത്. ഇത് എന്റെ വെറും തികച്ച അഭിപ്രായമാണ്. അതിനൊരു പ്രമാണികതയൊന്നും നിങ്ങൾ കൽപ്പിക്കണ്ട. ചോദിച്ചിരിക്കും. എന്റെ പ്രിയ ആത്മസഹോദരൻ, എന്റെ സുഹൃത്ത് ചോദിച്ചുകൊണ്ട് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പറയണം എന്ന് നിർബന്ധിച്ച് പറയുന്നു. അപ്പൊ പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, ഒഴിഞ്ഞു മാറാനൊക്കത്തില്ല. നടരാജ ഗുരു ഡോക്ടർ പൽപ്പുവിന്റെ മകനാണെന്നുള്ളത് അറിയാമായിരിക്കുമല്ലോ പലർക്കും. ചിലർക്കറിയില്ലായിരിക്കും, പക്ഷെ ഡോക്ടർ പൽപ്പുവിന്റെ മകനാണ്. അപ്പൊ കൊച്ചിലെ മുതലേ നടരാജ ഗുരുവിനെ അറിയാം, നാരായണ ഗുരുവിനെ അറിയാം. ഞാനിന്ന് കൊച്ചു നടരാജൻ എന്ന് പറയാം, കാരണം കുട്ടിയുടെ കുട്ടിക്കാലത്തെ കുറിച്ച് പറയാൻ പോവാം. അപ്പൊ അപ്പോഴും അവിടെ ചെല്ലും. ഒരിക്കൽ ചെന്നപ്പം നടരാജ ഗുരുവിന് 5 വയസ്സോ മറ്റോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, കേട്ടിട്ടുള്ളത്. ഓർമ്മയില്ല, ഓർമ്മയെന്നാണ് പറയുന്നത്. പല കാര്യങ്ങളും ചിലപ്പം ഡേറ്റുകളൊക്കെ ചിലപ്പം ശരിയാക്കാം. ഞാൻ തെറ്റുവരികയാണെങ്കിൽ ഞാൻ പിന്നീട് തിരുത്തിക്കോളാം. എല്ലാവരും, അതായത് നടരാജ പറയുന്നത്, എന്റെ വീട്ടിൽ ഒരാൾ വരാറുണ്ട്, വെള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഒരാൾ സ്ഥിരമായിട്ട് വരാറുണ്ടായിരുന്നു. ഈ ആള് വരുമ്പം എന്റെ വീട്ടിലുള്ള എന്റെ അച്ഛനും അമ്മയും എന്റെ ജ്യേഷ്ഠന്മാരും പിന്നെ ആ ഞങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ള ആൾക്കാരും ഈ ആളിനെ കാണുമ്പോൾ വളരെ വളരെ ബഹുമാനത്തോടെ മാറി നിൽക്കുന്നു. മുണ്ടൊക്കെ അഴിച്ചിട്ടും തോളെ കിടക്കുന്ന മുണ്ടും അതൊക്കെ എടുത്ത് കയ്യിലിട്ടിട്ട് ഈ ആള് നടന്നു വരുമ്പോ എല്ലാരും ഇങ്ങനെ ബഹുമാനത്തോടെ നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് നടരാജ ഗുരു പറഞ്ഞിട്ടുണ്ട്. കൊച്ചു നടരാജൻ കണ്ടിട്ടുണ്ട്. പിന്നെ അച്ഛൻ ആരെയും വകവെക്കുന്ന ആളല്ല. അദ്ദേഹം വലിയ ആളാണല്ലോ, അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ നിലയിലുള്ള ആളാണ്. മൈസൂർ ഗവൺമെന്റ് മെഡിക്കൽ അഡ്വൈസറാണ്. മൈസൂർ രാജാവിന്റെ മെഡിക്കൽ അഡ്വൈസറായിട്ടാണ് വർക്ക് ചെയ്തത്. ഏറ്റവും വലിയ പൊസിഷനിൽ നിൽക്കുന്ന ആളാണ്, ആരോഗ്യ ഉപദേഷ്ടാവ്. ആ അച്ഛൻ പോലും ഇയാൾ വരുമ്പോ എഴുന്നേറ്റിട്ട് വളരെ ബഹുമാനത്തോടെ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കലെ ഒരു ദിവസം ഗുരു അവിടെ ചെല്ലുന്നു. ഗുരു ചെല്ലുമ്പോ ഡോക്ടർ പൽപ്പു കൊച്ചു നടരാജനോട് പറഞ്ഞു, മോനെ, കാരണം ഡോക്ടർക്ക് എല്ലാവരും നമസ്കരിക്കുന്നു, അപ്പൊ മോനെ സ്വാമിയുടെ കാലിൽ നമസ്കരിക്കൂ, പാദത്തിൽ നമസ്കരിക്കൂ എന്ന് പറയുമ്പം നമസ്കരിക്കാതെ മാറി നിൽക്കുകയാണ്. പറ്റില്ല എന്ന് പറഞ്ഞു. കൊച്ചു നടരാജന് നമസ്കരിക്കാൻ സൗകര്യപ്പെടില്ല, നിങ്ങളങ്ങ് ചെയ്താൽ മതി, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഗുരു പറഞ്ഞു, ഡോക്ടറുടെ മകനല്ലേ, ആരുടെയും മുന്നിൽ തലകുനിക്കില്ല. ഡോക്ടറുടെ മകനല്ലേ, എന്റെ ഡോക്ടറുടെ മകനല്ലേ, ആരുടെയും മുന്നിൽ തലകുനിക്കില്ല അവൻ എന്ന് പറഞ്ഞു. അന്നേ നോട്ട് വിട്ട് വെച്ചിട്ടുണ്ട്. അന്നേ ഈ കാന്താരിയെ നോട്ട് വിട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കണ്ണ് വീണ് കഴിഞ്ഞു. അതായത് ഗുരുവിന്റെ ദൃഷ്ടി പതിഞ്ഞു കഴിഞ്ഞു. ഗുരുവിന്റെ കൺമുന്നിൽ ചെന്ന് വെട്ട് കഴിഞ്ഞു. ഇനി രക്ഷയില്ല, നീ വരുവടാ എന്നുള്ളതായിരിക്കണം ഗുരു ഉദ്ദേശിച്ചത്. നിന്നെ ഞാൻ എടുത്തോളാം, നീ കണ്ടോടാ, നീ ഇപ്പൊ കാന്താരിയല്ലേ, നീ വാ, നീ ലോകത്തിന് മുഴുവൻ കാന്താരിയാക്കി ഞാൻ മാറ്റാവിടെ എന്നുള്ളതൊക്കെ മനസ്സിൽ കണ്ടിരുന്നായിരിക്കാം. ഞാൻ എന്റെ ഒരു ഇതിൽ പറയാണ്, എന്റെ ഒരു ഊഹമാണ്. അപ്പം പിന്നീട് ഈ ഗുരു എപ്പോ ചെന്നാലും കൊച്ചു നടരാജന്റെ മുറിയിൽ കയറി ചെല്ലുകയും പഠിക്കുന്ന പുസ്തകങ്ങളൊക്കെ എടുത്ത് നോക്കുകയും അക്ഷര ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെ ഉണ്ടെന്ന് തെറ്റൊക്കെ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയല്ല അങ്ങനെയാണ് എന്നൊക്കെയുള്ള രീതിയിൽ അവർ പറഞ്ഞു കൊടുക്കും. അപ്പോഴും ചിലപ്പം കൊച്ചു നടരാജൻ ചോദിച്ചു, ഈ മൂപ്പിൽ എന്തിനാ എന്റെ മുറിയിൽ കയറിയിട്ട് ഇതിലൊക്കെ ഇടപെടുന്നേ? മൂപ്പിലല്ല, അന്ന് ചെറുപ്പമാണ് ഗുരു, എന്റെ കാര്യത്തിലൊക്കെ ഇടപെടുന്നുണ്ടല്ലോ. എന്നാലും അച്ഛനെ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ആളാകുമ്പോൾ നടരാജൻ അതിനുള്ള സംസ്കാരമുണ്ട്. ഡോക്ടർ പൽപ്പുവിന്റെ മകനാണ്, ബോധവും വിവരവും ബുദ്ധിയൊക്കെ കൂടുതലാണ്, ആദ്യത്തൊക്കെ ഉണ്ട്, അന്തസ്സുള്ള കുടുംബമാണ്. അപ്പം അതിനൊക്കെ വേണ്ട മറുപടി ഗുരു ചില ചോദ്യങ്ങൾ ചോദിക്കും. വളർന്നു വരുമ്പോൾ, പിന്നീട് വളർന്നു വരുന്നൊരു കാലഘട്ടമാണ്. ആ സമയത്ത് ഗുരു ബാംഗ്ലൂർ വരുന്ന സമയത്ത് ഡോക്ടർ പൽപ്പു അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലാറുണ്ട്. അന്നേരം അപ്പൊ വളരുന്നു, കുറെ നല്ല പ്രായമാകുന്നു. എങ്ങനെയുണ്ട് പഠനം, നല്ല രീതിയിൽ പോകുന്നുണ്ടോ എന്നൊക്കെ എല്ലാം വിശേഷങ്ങൾ ചോദിക്കും. എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് പറയും. സന്തോഷം, പഠിത്തത്തിൽ ശ്രദ്ധിക്കണം കൂടുതൽ എന്ന് പറയും, ഉപദേശിക്കും. ഗുരു ചിലപ്പം അവിടെ ഡോക്ടർ അദ്ദേഹത്തിന്റെ വീട്ടില് പല പ്രാവശ്യം താമസിച്ചിട്ടൊക്കെയാണ് പോകുന്നത്.
അങ്ങനെ പറഞ്ഞപ്പോ അവസാനം ഒരിക്കൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്നു. 2 സബ്ജക്റ്റാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്നത് ഒരേ സമയത്ത്. എത്ര പിടിക്കണാണ്? 2 സബ്ജക്റ്റാണ് പഠിക്കാൻ പറ്റും. ആ 2 സബ്ജക്റ്റിലും റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എന്ത് സംഭവിച്ചു? റിസൾട്ട് വരുന്ന ദിവസമാണ്. രാവിലെ പാല് മേടിക്കാനും പത്രം ഒക്കെ മേടിക്കാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് തിരികെ വന്നപ്പോ ഗുരു രാവിലെ വന്നിരിക്കുകയാണ് വീട്ടില്. അച്ഛൻ എഴുന്നേറ്റ് ഗുരുവിന്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പം റിസൾട്ട് വന്ന ദിവസത്തെ പത്രം നോക്കിയപ്പോൾ റിസൾട്ടിൽ ഫസ്റ്റ് റാങ്ക് വിത്ത് ഗോൾഡ് മെഡൽ, 2 സബ്ജക്റ്റിനും ഫസ്റ്റ് റാങ്കും ഗോൾഡ് മെഡലും മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. അതറിഞ്ഞിട്ട് ആ സന്തോഷ വാർത്ത അറിയാനായിട്ട് ഓടിച്ചെല്ലുന്ന 6 മുന്നിലാണ്, ഗുരുവിന് മുന്നിൽ. ജീവിതത്തിലെ നിർണായകമായ ഒരു കാര്യം സ്വന്തം അച്ഛന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ വരുമ്പോൾ അച്ഛനും മകനും മധ്യത്തിൽ ഗുരു വന്നിരിക്കുകയാണ്. ഗുരുവിനെ കണ്ടപ്പോൾ താണു വണങ്ങി. ഗുരു ചോദിച്ചു, എന്തുകൊണ്ട് വിശേഷം? അപ്പൊ പറഞ്ഞു, എന്റെ റിസൾട്ട് വന്നിരിക്കുന്നു. ഓ, സന്തോഷകരമായല്ലോ, എങ്ങനെയുണ്ട്? എനിക്ക് ഫസ്റ്റ് റാങ്കും ഗോൾഡ് മെഡലും ഉണ്ട്. ഗുരുവിന് ഇതൊക്കെ അറിയാമല്ലോ, ആരാണ് നോക്കുന്നത്. എല്ലാ അറിവും ആയിട്ടിരിക്കുന്ന മഹാഗുരുവിനെ ഇതൊന്നും പറഞ്ഞറിയിക്കണ്ട. ഗുരു ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. എങ്കിലും പ്രാപഞ്ചിക വ്യവഹാരത്തിൽ ഇതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിച്ച് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യും ഗുരുക്കന്മാര്. അവർക്ക് അറിയാഞ്ഞിട്ടല്ലോ. ഇതറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിരിഞ്ഞിട്ട് ചോദിച്ചു, ഇനിയെങ്കിലും ഒരു മകനെ നമുക്ക് തന്നുകൂടെ ഡോക്ടറെ, എന്റെ ഡോക്ടറെ എന്ന് ചോദിക്കും. കാരണം നേരത്തെ വാക്ക് കൊടുത്തിട്ടുണ്ട്. മഹാഗുരു അങ്ങ് ഉദ്ദേശിക്കുന്ന മഹത്തായ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ സ്വത്തും എന്റെ സമ്പത്തും എന്റെ കുടുംബവും എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ നന്നേക്കാം എന്ന് ഡോക്ടർ അദ്ദേഹം ഗുരുവിന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ചോദിച്ചത്. വാക്ക് കൊടുത്തിട്ടാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഗുരു ചോദിക്കുന്നത്. ഉടനെ ഡോക്ടർ അദ്ദേഹം പറയും, ദാ നിൽക്കുന്നു, കൊണ്ടുപോകോളൂ. കൊണ്ടുപോകോളൂ, ദാ നിൽക്കുന്നു, എടുത്തു. നടരാജഗുരുവിന് അറിയായിരുന്നു, കൊച്ചു നടരാജൻ അറിയായിരുന്നു, ഇങ്ങനെ ഞാൻ എന്റെ ജീവിതം ഗുരുവിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഉടമ വരുന്നത്, എന്റെ ജീവിതം ഗുരുവിന് വേണ്ടിയാണ് എന്നുള്ളത് അറിയായിരുന്നു. അപ്പൊ ഉടനെ തന്നെ കൊണ്ടുപോകണം പറയുമ്പോ തന്നെ കൊച്ചു നടരാജൻ ഗുരുവിനെ ചോദിക്കണം, ഗുരു, ഞാൻ അങ്ങയുടെ കൂടെ വന്നു കഴിഞ്ഞാൽ അങ്ങക്ക് ഞാൻ മുഖാന്തരം ഒരു ചെലവ് കൂടെ ഉണ്ടാകുകയല്ലേ? എന്നെ പ്രതി ഒരു ചെലവ് കൂടെ അങ്ങക്ക് വരികയല്ലേ? അങ്ങക്ക് എവിടുന്നാണ് സമ്പത്ത്? അങ്ങ് ഭിക്ഷയെടുത്ത് ജീവിക്കുന്ന ആളാണ്, സന്യാസിയാണ്. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്തെങ്കിലേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഗൃഹസ്ഥനാണ് സന്യാസത്തെ നിലനിർത്തേണ്ടത്. സന്യാസി ലോകത്തിനു വേണ്ടി എല്ലാം ത്യജിച്ചിറങ്ങുന്നവനാണ്. അവന്റെ സുഖങ്ങളും എല്ലാം സ്വത്തും എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് ഒരു കീറമുണ്ടും എടുത്തുകൊടുത്തിട്ട് ഇറങ്ങുന്നവനാണ്. അവൻ നിരന്തരം കൈകൂപ്പിയും രണ്ടു കൈയും മുകളിലേക്ക് ഉയർത്തി ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്, ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിന് നന്മ വരുത്തണേ എന്നാണ് അവന്റെ പ്രാർത്ഥന, സന്യാസിയുടെ പ്രാർത്ഥന. അങ്ങനെയുള്ള ഒരു സാധുവിന്റെ കൂടെ ഞാൻ വരുമ്പോൾ ആ സാധുവിന് ഒരു ചെലവ് കൂടത്തില്ലേ എന്ന് കൊച്ചു നടരാജൻ ചോദിക്കുമ്പോൾ ഗുരുവിന് മനസ്സിലാവും ഈ കുഞ്ഞ് എത്രമാത്രം ആത്മാർത്ഥതയോടെയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പം ഗുരു ഉടനെ അത് ആ രീതിയിൽ ഇരുത്താൻ പറ്റില്ലല്ലോ, ഇതിന് വേറെ രീതിയിലുള്ള ഒരു സെൻസിലാണ് മറുപടി കൊടുക്കേണ്ടതെന്നുള്ള ഗുരുവിന് അറിയാം. അതുകൊണ്ട് ഗുരു വളരെ ലാഘവത്തോടെ പറഞ്ഞു, നീ വന്നു കഴിഞ്ഞാൽ ആലുവ അദ്വൈതാശ്രമത്തിൽ ഒരു സോപ്പ് കട്ട കൂടെ ചെലവാകും, അതിൽ കൂടുതലൊന്നും ചെലവൊന്നുമില്ല, അത് നീ ഓർത്ത് വിഷമിക്കണ്ട എന്ന് വേറൊരു സെൻസിൽ പറയും, വേറെ ടോണിൽ പറയും. അത് മനഃപൂർവ്വം പറയുന്നതാണ്. അങ്ങനെ കൂടെ പോകും. വീട് ആലുവ പെരിയാറിൽ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സ്വന്തം തുണി സോപ്പ് കട്ട പോലും ഉപയോഗിക്കാതെ കല്ലിൽ കുത്തിപ്പിഴിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അന്ന് കാരണവാനായ ബോധാനന്ദ സ്വാമികൾ, ഗുരുവിന്റെ പിൻഗാമിയായിട്ട് വന്ന ബോധാനന്ദ സ്വാമികൾ പറയുക, നടരാജ നീ എന്താ കാണിക്കുന്നത്?
ഇങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞ് മേടിച്ച്, നീ അങ്ങനെ ലാഭമൊന്നും ഉണ്ടാക്കണ്ട, ഇവിടെ ആവശ്യത്തിനുള്ള പണമൊക്കെ ഉണ്ട്, നീ അങ്ങനെ അത്രയും ലാഭിക്കണ്ട എന്ന് മേടിച്ച് സോപ്പ് മേടിച്ച് കുത്തിപ്പിഴിഞ്ഞ് കൊടുക്കുമായിരുന്നു, പൊടി അലക്കി കൊടുക്കുമായിരുന്നു നടരാജഗുരു. അവർ തമ്മിൽ അത്ര സ്നേഹവും ബന്ധവും ഉള്ളവരാണ്. ബോധാനന്ദസ്വാമിക്ക് നല്ല ഏജ് ഉണ്ട്, നടരാജഗുരു വളരെ ചെറുപ്പമാണ്. ഒരു കുഞ്ഞനുജനോടുള്ള വാത്സല്യം ബോധാനന്ദസ്വാമിക്ക് ഉണ്ടായിരുന്നു. വേറെ ആർക്കും ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല, വേറെ ആർക്കും ഇല്ലായിരുന്നു, പലർക്കും ഇല്ലായിരുന്നു. നടരാജഗുരുവിന് ഭക്ഷണം കൊടുക്കരുത് ശിവഗിരി എന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് ധർമ്മതീർത്ഥ സ്വാമികൾ. ഇറക്കി വിടാനൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് അവിടെ. കാരണം കൂടുതൽ ബുദ്ധിയുള്ള ആൾക്കാർക്ക് മണ്ടന്മാരുടെ കൂടെ ചേർന്ന് പോകാൻ പറ്റത്തില്ല. നടരാജഗുരുവിന്റെ നിലയും പള്ളിക്കുടത്തിൽ പോകാത്ത ചില ആളുകളുടെ നിലയും തമ്മിൽ ചേർന്ന് പോകാൻ ബുദ്ധിമുട്ടാണ്. വിവരമുള്ളവരും വിവരമില്ലാത്തവരും തമ്മിൽ ചേർന്ന് പോകത്തില്ല. വേറെ ചില കാര്യങ്ങൾ ചേർന്ന് പോകുമായിരിക്കും, പക്ഷെ പൊതുവെ ചേർന്ന് പോകത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെയാണ് പിന്നീട് ഗുരുവായിട്ട് ചേർന്ന്. ഇനി ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, പിന്നീട് നടരാജഗുരുവിന് വിദേശത്ത് പോയി പഠിക്കാനായിട്ട് പണം ഗുരു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇൻസിഡൻസ് പലതും പറയാം, പല സംഭവങ്ങളും ഉണ്ട്. അതിലേക്ക് ബന്ധങ്ങളെ കുറിച്ചാണല്ലോ പറയുന്നത്. സിലോൺ യാത്രയിൽ നടരാജഗുരു അനുഭവിച്ചിട്ടുണ്ട്. കൂടെ കൊച്ചിലെ ചെറുപ്പത്തില് കൂടെ പോയി. ആ സമയത്ത് ഒരു മഞ്ഞ ഉത്തരീയം എടുത്ത്, അത് ഗുരു ഏകനായിട്ട് ഇങ്ങനെ നടക്കായിരുന്നെന്ന് പറയാം. നാരായണഗുരു ഏകനായിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നു, ആരും കൂടെ ഇല്ല. പോയി കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നില്ല. അവസാനം നടരാജഗുരു തിരക്കി പോയി, ഗുരുവിനെ കാണുന്നില്ല എന്ന് പറയാം. പോകുന്ന വഴിക്ക് കണ്ടു കാണുമ്പോൾ ഗുരുവിന്റെ തോളിലെ മറ്റേ ഇട്ടിരുന്ന ഒരു ഉത്തരീയം എടുത്തിട്ട് പറഞ്ഞു, തമ്പി എന്നാണ് വിളിക്കുന്നത്, തമ്പി ഇത് കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞെടുത്ത് കയ്യിൽ കൊടുത്തു. നടരാജഗുരു പറയുന്ന അതാണ് എന്റെ ബ്രഹ്മചര്യ ദീക്ഷ, എനിക്ക് ബ്രഹ്മചര്യ ദീക്ഷ തരികയായിരുന്നു. അത് ബ്രഹ്മചാരിയായിട്ട് ചെല്ലുമ്പം അങ്ങനെയാണ് വസ്ത്രം എടുത്ത് കൊടുക്കും ഗുരു. അങ്ങനെ അൺഒഫീഷ്യൽ എന്നുള്ള രീതിയിലാണ് ഗുരുവിന്റെ രീതി. അങ്ങനെയാണല്ലോ, ഗുരു ഏണസ്റ്റ് വർക്കിന് കോട്ടും സൂട്ടും തയ്യൊക്കെ കെട്ടിക്കൊടുത്ത് സന്യാസം കൊടുത്ത ഗുരുവാണ്. അപ്പൊ ഓരോരുത്തരുടെ നിലവറിഞ്ഞിട്ടാണ് ഗുരു ചെയ്യുന്നത്. ബാക്കിയുള്ളവർക്കാണ് സാമ്പ്രദായിക രീതി. അതിബുദ്ധിമാനും അല്ലെങ്കിൽ എക്സെപ്ഷണൽ ആയിട്ടുള്ള വലിയ പ്രതിഭകൾക്ക് ഈ പറയുന്ന നിയമങ്ങളൊന്നും ബാധകമല്ല. അവരൊക്കെ അതിനപ്പുറമാണ്. ആ രീതിയിൽ അവരെ കാണരുത്, അവർക്കത് ബാധകമല്ല. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് അറിയില്ലാത്തവർക്കാണ് ബാധകം. മറ്റേ വലിയ ആളുകൾക്ക് അത് ബാധകമല്ല. അവർ എക്സെപ്ഷണലാണ്, അവർ എക്സ്ട്രാ ഓർഡിനറിയാണ്. അവർക്ക് ഓർഡിനറി കാര്യങ്ങളുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് അനശ്വരനോട് അങ്ങനെ ചെയ്ത്. ഇവിടെ നടരാജഗുരുവിനോട് ഇങ്ങനെയും ചെയ്തു. അങ്ങനെയാണ്. പിന്നീട് നടരാജഗുരു 60 വയസ്സിലാണ് സന്യാസം സ്വയം സ്വീകരിക്കുന്നത്. കാരണം അപ്പോഴത്തേക്ക് ഗുരു സമാധിയായി. പെട്ടെന്ന കാലത്ത് തന്നെ ഗുരു 1928 മഹാസമാധി പ്രാപിക്കുന്നു. പിന്നീടാണ് ഫ്രാൻസിൽ നിന്ന് തിരിച്ചു വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗുരു 1923 ഗുരുവിനെ സ്ഥാപിക്കുന്നത് ശിവഗിരിയിലുള്ള സമയത്ത്. അവിടുന്ന് വിട്ടുപോയി, ശിവഗിരിയിൽ നിന്ന് വിട്ടുപോയി. കാരണം സന്യാസിമാരുടെ കൂടെയുള്ള സന്യാസിമാരുടെ ശല്യം സഹിക്കാൻ കഴിയാതെ വിട്ടുപോയി. പിന്നീട് തിരിച്ച് ഗുരുവിന്റെ മഹാസമാധി കഴിഞ്ഞ് ഫ്രാൻസിൽ നിന്ന് വന്ന സമയത്ത് എന്നപ്പോൾ പറഞ്ഞ എന്താണെന്നറിയോ, സന്യാസിമാര് വിദ്യാഭ്യാസമൊക്കെ നേരിട്ട് വന്നിരിക്കുകയാണ്, സ്വത്തടിച്ചു മാറ്റാൻ. ഇവനെ ഇവിടെ അടുപ്പിക്കണ്ട, ഇവൻ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒന്നും നടക്കില്ല, ഇവനെ എത്രയും പെട്ടെന്ന് ഇവനെ ഇവിടുന്ന് ഓടിക്കണം എന്നാണ് അവരുടെ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവിടുന്ന് മനന്നും ഇറങ്ങി പോയതാണ്, ശിവഗിരിയിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് നടരാജഗുരു. അങ്ങനെയാണ് നാരായണഗുരുവിലെ ആ പ്രസ്ഥാനത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ വലിച്ച് അങ്ങനെ പോകുന്നത്. 1923 നാരായണഗുരുവിനെ സ്ഥാപിച്ചു. രണ്ടാമതൊരു ശിഷ്യൻ വരാനായിട്ട് 23 വർഷം കാത്തിരുന്നു. അങ്ങനെയാണ് ഗുരു നിത്യേതന്യ ചെല്ലുന്നത്. ആദ്യത്തെ ശിഷ്യൻ, ഒരു ശിഷ്യനെ കിട്ടാനായിട്ട് ഒരു ഗുരു 23 വർഷം തപസ് ചെയ്യുകയാണ്. 23 വർഷം, 1 മാസം 2 മാസം അല്ല. അതാണ് നടരാജഗുരു. അത്ര കേപ്പബിളായിട്ടുള്ള ഒരു ശിഷ്യൻ വരാൻ വേണ്ടിയുള്ള ഗുരുവിന്റെ കാത്തിരിപ്പ്. അപ്പൊ നമ്മുടെ വിഷയം ഗുരുവായിട്ടുള്ള വേഴ്ചയാണ്, ബന്ധമാണ്. നാരായണ ഗുരുവിനെ എങ്ങനെ കാണുന്നു? ചെറുപ്പം മുതലുള്ള കാഴ്ചപ്പാടുകൾ ഞാൻ പറഞ്ഞല്ലോ. നമസ്കരിക്കാൻ മടിച്ചു നിന്ന കുഞ്ഞ് തന്റെ ജീവിതത്തിലെ ഓരോ ശ്വാസനിശ്വാസങ്ങളും ഓരോ നിമിഷങ്ങളും ഓരോ മൊമെന്റുകളും ആ മഹാഗുരുവിന് വേണ്ടി, ഓരോ ശ്വാസനിശ്വാസങ്ങളും ആ മഹാഗുരുവിന് വേണ്ടി സമർപ്പിക്കുകയാണ്. പിന്നീട് നമസ്കരിച്ചവരൊക്കെ എവിടെ പോയി? നമസ്കരിക്കാൻ മടിച്ചു നിന്ന കൊച്ചു കുഞ്ഞ് ഗുരുവിന്റെ തമ്പി അവസാനം തന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വിട്ടുകളയാതെ ആ മഹാഗുരുവിന് വേണ്ടി ചിന്തിച്ച് എഴുതി ലോകം മുഴുവൻ പ്രചരിപ്പിച്ച് നടന്നു. വെറുനിലത്ത് കിടന്നിട്ടാണ്, ഭക്ഷണം കഴിക്കാതാണ്. ഭക്ഷണത്തിന് വകയില്ലാതെ ഊട്ടിയിൽ നിൽക്കുമ്പോൾ അച്ഛൻ കോടീശ്വരനാണ്, ഓർത്തോണം. അതിലെ ഉപേക്ഷിച്ചിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഒരു പൈസ പോലും അച്ഛനോട് ചോദിച്ചിട്ടില്ല. ഡോക്ടർ പൽപു എന്നായിരുന്നു പിന്നീട് വിളിച്ചോണ്ടിരുന്നത്. സന്യാസം സ്വീകരിച്ചതിന് ശേഷം സ്വന്തം അച്ഛനെ കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ പൽപു എന്നാണ് പറയുന്നത്, അല്ലാതെ അച്ഛനെന്നല്ല പറയുന്നത്. ബന്ധങ്ങളില്ല, സന്യാസിക്ക് ബന്ധങ്ങളില്ല.
അമ്മാവനാനന്തരനും മറ്റിനും ഭാര്യയും പിള്ളേരും അങ്ങനൊന്നുമില്ല സന്യാസിക്ക്. അതാണ് ഗുരു. ആ ഗുരുവിന്റെ സഹോദരിമാരെ പോലും അങ്ങനെയാണ് ഗുരു. ഒരുപാട് കഥകളാണ് ഞാൻ പറയാം. ആ രീതിയിൽ അവരുടെ ബന്ധങ്ങളൊന്നും സ്ഥാപിക്കാൻ സമ്മതിച്ചിട്ടൊന്നുമില്ല ഗുരു, നാരായണ ഗുരു. അതേ പാരമ്പര്യം തന്നെയാണ് നടരാജ ഗുരു ചെയ്തിരിക്കുന്നത്. ഊട്ടി തെരുവുകളിൽ തകരപ്പാട്ട പൊട്ടി വിഷയെടുത്ത് കാശുണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പാട്ട് പാടാൻ പോയി. ആരാണ്? MA, 10 PG, ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് 3 ട്രിപ്പിൾ ഡോക്ടറേറ്റ്, LT, DLit. ഏതൊരു യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് കയറിയാലും അതിന്റെ വൈസ് ചാൻസലർ ആകാനുള്ള യോഗ്യതയുണ്ട് അന്നത്തെ കാലത്ത്. ഏത് ഉന്നതമായ പോസ്റ്റിലും എത്താം, ഏത് യൂണിവേഴ്സിറ്റിയുടെ ടോപ്പിലും എത്താം. അത്രയും എഡ്യൂക്കേറ്റഡ് ആണ്. ലോക ചരിത്രത്തിൽ ആർക്കും ഇല്ല 3 ഡോക്ടറേറ്റ് ഒരു ഫീസിനാണ്. ഫ്രാൻസിലെ സെർബോൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിത്ത് റാങ്ക്. അങ്ങനെയുള്ളൊരു മഹാഗുരു ഊട്ടി തെരുവുകളിൽ ഭിക്ഷയെടുത്ത് നടന്നു. എന്തിന്? ഈ പാവപ്പെട്ട ഈ മഹാഗുരുവിന്റെ ദർശനം ലോകം മുഴുവൻ എത്തിക്കാനായിട്ടുള്ള കഷ്ടപ്പാടിന് വേണ്ടി, അതിനുവേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ മുഴുകിയപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഇരിക്കുകയാണ്. ഊട്ടി തമിഴ്നാടാണല്ലോ. അവിടുത്തെ കുറച്ച് കുട്ടികൾ ഓടിച്ചെന്നിട്ട്, സ്വാമി ഭക്ഷണം വല്ലതും ഉണ്ടോ കഴിക്കാൻ, വിശക്കുന്നു. കുറച്ച് കുട്ടികൾ ഓടിച്ചല്ലേ. ഗുരുകുലത്തിൽ ഒരു ചെറിയ തകരക്കൂട്ടിലാണ് താമസം. ഊട്ടി ഗുരുകുലത്തിൽ അന്നൊരു തകരക്കൂട്ടിലാണ് താമസം. ഒന്നും കൊടുക്കാനില്ല. എന്ത് ചെയ്യും? ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, പട്ടിണി ഇരിക്കുകയാണല്ലോ. ഉടനെ ഇറങ്ങി ക്ഷപാത്രം എടുത്തോണ്ട് ഊട്ടി തെരുവുകളിലൂടെ ഭിക്ഷയെടുത്ത് യാചിച്ചു കൊണ്ടുവന്ന കാശിന് അരിയും സാധനങ്ങളും മേടിച്ചു കൊണ്ടുവന്ന കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി വെച്ചു കൊടുത്തു നടരാജ ഗുരു. ഭക്ഷണമില്ലാതെ വന്നപ്പോ ഊട്ടിയിലെ ടൗണിന്റെ മധ്യത്തിലുള്ള മാർക്കറ്റുണ്ട്, അവിടെ പോയിട്ട് കാബേജ്, തൊലി ഉരിഞ്ഞു കളഞ്ഞ കാബേജ്, നമ്മള് പുറത്തെ തൊലികൾ ഇരിഞ്ഞ് പശുവിന് കൊടുക്കാനായിട്ട് കളയുമല്ലോ, അത് പെറുക്കിക്കൊണ്ട് വന്ന് സൂപ്പ് ഉണ്ടാക്കി കഴിച്ചാണ് അവിടെ ജീവിച്ചത് ഒരു കാലത്ത്. വെറുന്നലത്ത് കിടന്നുറങ്ങിയും ഭക്ഷണം കഴിക്കാതെയും പട്ടിണിയും കിടന്ന് കഞ്ഞിയും കരിക്കാടിയും കുടിച്ചുകൊണ്ടാണ് ഈ സാധു ഗുരുക്കന്മാര് ഗുരുകുലം ഉണ്ടാക്കിയെടുത്തത്. ഒരുത്തന്റെ സഹായം തേടി പോകരുതെന്ന് നടരാജ ഗുരു നാരായണ ഗുരുകുലത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗുരു മണിനാരായണ പ്രസാദിന്റെ പാദത്തിൽ 5 കോടി രൂപ കൊണ്ടിട്ടിട്ട് എടുത്തിട്ട് പോകും, ഇവിടെ വേണ്ടാന്ന് പറഞ്ഞു വിട്ടത്. ഗുരുകുലം കോടീശ്വരന്മാരുടെ പ്രസ്ഥാനമൊന്നുമല്ല. ഗുരുകുലത്തിൽ ചിലപ്പോൾ പട്ടിണി കാണും, ചിലപ്പോൾ ഭക്ഷണത്തിന് വക കാണത്തില്ല, ചിലപ്പോൾ അന്ന് കഞ്ഞി വെക്കത്തില്ലായിരിക്കാം, അല്ലെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതൊക്കെ ഗുരു നോക്കിക്കോളും. അതാണ് അവർ പറയുന്നത്. അതൊക്കെ ഞങ്ങളുടെ ഗുരു എങ്ങനെയും കൊണ്ട് അത് അങ്ങനെയാണ് നടന്നു പോകുന്നത്. ഗുരുവിനെ മാത്രം ചിന്തിച്ച് ഗുരുവിനെ മാത്രം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. നാരായണ ഗുരു നോക്കിക്കോളും എന്നാണ്. അങ്ങനെയാണ് ഗുരുവിൽ മുന്നോട്ട് പോകുന്നത്. നടരാജ ഗുരു എങ്ങനെ നാരായണ ഗുരുവിനെ കാണുന്നു എന്ന് ചോദിച്ചാൽ അത് പറഞ്ഞു തരാനുള്ള യോഗ്യത എനിക്കില്ല. ഒരു മഹാഗുരു വേറൊരു മഹാഗുരുവിനെ, സ്വന്തം അരുമയായ മഹാഗുരുവിനെ എങ്ങനെയാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞാലുള്ള യോഗ്യത ഇല്ല. എന്റെ വിദ്യാഭ്യാസ യോഗ്യതയോ അല്ല ഞാൻ ഇത്രയും നാളും മനസ്സിലാക്കി വെച്ച കാര്യങ്ങളോ ഒന്നും അതിന് പര്യാപ്തമല്ല. അതിന് പ്രായമായിട്ടില്ല, പ്രായമാവുകയില്ല. ഇനി ഒരു 10-100 ജന്മം എടുത്താലും ചിലപ്പോൾ പറയാനുള്ള ശക്തി ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കൽ പറഞ്ഞു, ഞാൻ 5000 പേജുകൾ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട് എന്റെ ഗുരുവിന് വേണ്ടി. നിങ്ങൾ ആ ഓരോ പേജും പൗപ്പത്താക്കുമോ, അല്ലെങ്കിൽ അയ്യഞ്ചെങ്കിലും ആക്കുമോ? എനിക്കിത്രേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഞാൻ 5000 പേജുകൾ എഴുതിയിട്ടുണ്ട് ആ ഗുരുവിന് വേണ്ടി. നിങ്ങൾ ആ ഓരോ പേജും 5 പേജുകളെങ്കിലും ആക്കണേ. അങ്ങനെയാണ് ഗുരുകുലം ഈ ഭിക്ഷാപാത്രങ്ങളായിട്ടുള്ള ബുക്കുകൾ എഴുതി നമുക്ക് തരുന്നത്. ഗുരു പറയാറുണ്ട്, ഞങ്ങൾ ബുക്ക് എഴുതി വയ്ക്കുന്നത് പണത്തിന് വേണ്ടിയല്ല, ആഹാരത്തിന് വേണ്ടിയാണ്. ഈ ബുക്കുകളാണ് ഞങ്ങളുടെ ഭിക്ഷാപാത്രം. നിങ്ങൾ ന്യായമായ വില തന്നിത് വാങ്ങിക്കുമ്പോൾ നാരായണ ഗുരുവിന് വേണ്ടി ഇറങ്ങിയ കുറച്ചാളുകളുടെ പട്ടിണി ഇല്ലാതിരിക്കും. 5 കോടി പാദത്തിൽ കൊണ്ടിട്ടിട്ട് ഇവിടെ ആവശ്യമില്ല, എടുത്തുകൊണ്ടുപോകും എന്ന് പറഞ്ഞു. 4 ബെൻസുകാരുകൾ 4 ധനാഢ്യന്മാർ കൊണ്ടുവന്ന് കീ കൊണ്ട് ഗുരുവിന്റെ പാദത്തിൽ വെച്ചിട്ട് പറഞ്ഞു, ഗുരു നിത്യതിന്റെ പാദത്തിൽ വെച്ചിട്ട് പറഞ്ഞു, ഗുരു ഗുരുകുലത്തിന് വേണ്ടിയാണ് ഇത് എടുത്തോളൂ. 4 ബെൻസുകാർ. ഇവിടെ ആവശ്യമില്ല കാറ്, ഞങ്ങള് കാർ നോക്കാനോ ഒന്നും ഞങ്ങൾക്ക് സമയമില്ല. ഞങ്ങൾക്ക് കുറച്ച് സമയം കിട്ടിയാൽ ഈ ഗുരുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനാണ് ഞങ്ങൾ ഇരിക്കുന്നത്, എല്ലാം ഉപേക്ഷിച്ചിട്ട്. കാറ് കൊണ്ടുവന്ന് അത് നോക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് ദയവായി ഈ താക്കോല് തിരിച്ചെടുത്ത് കൊണ്ടുപോകണം എന്നാണ് ഗുരുക്കന്മാർ പറയുന്നത്.
ഞങ്ങളെ ആവശ്യമുള്ളവർ കാറ് കൊണ്ടുപോയിക്കോളും, അല്ലെങ്കിൽ ഞങ്ങള് ട്രെയിനോ വണ്ടിയൊക്കെ പിടിച്ച് ബസ്സിലോ കയറി ഞങ്ങളങ്ങ് വന്നോളാം, ഞങ്ങൾക്ക് വണ്ടി ആവശ്യമില്ല എന്ന് പറഞ്ഞു. കൊല്ലം നായർസ് ഹോസ്പിറ്റലിന് ഓണർ നിത്യഗുരുവിന്റെ ശിഷ്യനാണ്, നിത്യഗുരുവിന്റെ ഒരു ആരാധകനാണ്. അദ്ദേഹം ആ കീ കൊണ്ടുവന്ന് കാൽക്കിട്ടിട്ട് പറഞ്ഞു, ഈ ഹോസ്പിറ്റലിൽ അങ്ങ് നടത്തിക്കോളൂ, ഗുരുവിൽ നടത്തിക്കോളൂ, വരുമാനം ഗുരുവിനത്തിന് ഇരിക്കട്ടെ. ഗുരു പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്ക് അതിന് സമയമില്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ വേറൊരു വലിയ ലക്ഷ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇത് ആരും ഈ ലോകത്ത് ചെയ്യില്ല, ഞങ്ങൾ ചെയ്യുന്ന ഈ ജോലി ഏറ്റെടുക്കാൻ ലോകത്ത് വേറൊരു പ്രസ്ഥാനവും ഇല്ല, ബാക്കിയെല്ലാം ചെയ്യാൻ ആളുണ്ട്, പക്ഷെ ഈ ജോലി ചെയ്യാൻ ആളില്ല, ഞങ്ങൾ ഈ ജോലിയിൽ നിന്ന് മാറിയാൽ ഇത് ആരും ചെയ്യാനില്ലാതായിപ്പോയി. അതുകൊണ്ട് ദയവായിട്ട് ഈ കീ എടുത്തുകൊണ്ട് പോകും, ഞങ്ങളുള്ളതൊക്കെ കഴിച്ച് ഇങ്ങനെ മുന്നോട്ട് പൊക്കോളാം എന്നാണ് ഗുരുക്കന്മാർ പറയുന്നത്. ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്, പലരും സഹായിക്കാൻ വന്നിട്ട് വേണ്ട. നടരാജന്റെ മഹാസമാധി മന്ദിരം പണിഞ്ഞിരിക്കുന്നത് ഭിക്ഷ എടുത്തിട്ടാണ്. പലരും പറഞ്ഞു, ഞങ്ങൾ പണിഞ്ഞു തരാം, എത്ര കോടി വേണമെങ്കിലും തരാം ഗുരു. വേണ്ട വേണ്ട, ഇത് ജനങ്ങളുടേതാകണം, ഇത് ഓരോ പാവപ്പെട്ടവന്റെ ഓരോ രൂപ പിരിച്ചിട്ട് ഞങ്ങൾ ഇത് പണിഞ്ഞോളാം, നിങ്ങൾ വാശി വന്നിട്ട് അതിന് നിങ്ങളുടെ പേരെഴുതി വെക്കൂ, അത് പാടില്ല. ഒരു ഗുരുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് അവരെ പേരെഴുതി വെക്കാൻ പാടില്ല. ഇന്ന വീട്ടിൽ ഇന്ന ആളുടെ വക സംഭാവന അങ്ങനെ എഴുതാൻ പാടില്ല, ത്യാഗമായിരിക്കണം. നിങ്ങൾ കട്ടയിൽ വരെ പേരെഴുതി വെക്കും, വേണ്ട, പാവങ്ങളുടെ പണം കൊണ്ട് പണിഞ്ഞോളാം. അങ്ങനെ വിഷയം എടുത്തിട്ടാണ് അതൊക്കെ പഠിച്ചിട്ടുള്ളത്. ഗുരുകുലത്തിൽ ആഡംബരങ്ങളൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ നമ്മളിതെപ്പോഴും ഓർക്കണം, എന്തിനാണ് അത് നിലകൊള്ളുന്നത്. സത്യം തേടി അലയുന്ന ഏതെങ്കിലും മനസ്സ് ചിന്തയ്ക്ക് തീ പിടിച്ച് ഏതെങ്കിലും ഒരുത്തന് എപ്പോഴെങ്കിലും കയറി വരും. അവന് കയറി ഇരിക്കാൻ എന്താടാ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കരുത് ആരും. അതിനുവേണ്ടിയാണ് ഗുരുകുലങ്ങൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ഒറ്റപ്പെട്ട ദുരിതാണ്. ഭ്രാന്തമായ ഈ ലോകത്ത് ശാന്തി തേടി അലയുന്ന കുറച്ച് മനുഷ്യരുണ്ട്. അവർക്ക് എപ്പോ വേണേലും കയറി ചെല്ലാം. ഗേറ്റുകൾ പൂട്ടാറില്ല, ഗുരുകുലത്തിന്റെ ഒരു ഗേറ്റും പൂട്ടാറില്ല, താഴിട്ട് പൂട്ടി വെക്കാറില്ല. എപ്പോഴും രാത്രിയിൽ 2-3 പേർക്കുള്ള ആഹാരം കരുതിയിരിക്കും. ആരെങ്കിലും വരും കയറി വിശന്നലഞ്ഞ് ഏതെങ്കിലും ഒരു സാധു കയറി വന്നാലോ അവനുള്ള ഭക്ഷണം കൊടുക്കണ്ടേ? ആര് കൊടുക്കും? അതിനായിട്ട് ഗുരുകുലത്തില് 2-3 പേർക്കുള്ള ഭക്ഷണം കരുതിയിരിക്കും എല്ലാ രാത്രി, എല്ലാ ഗുരുകുലങ്ങളും. ഭക്ഷണം ഉണ്ടെങ്കിൽ സഹനാവതു സഹനോഹുനക്തു സഹവീരം കരവാവഹേ തേജസ്വിനാവതീതമസ്തു മഹാവിദ്വിഷാവഹേ എന്ന് പാടുന്നു. ഇതാണ് നടരാജഗുരുവിന് നാരായണഗുരുവിനോടുള്ള എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിതൊക്കെ പറയാൻ അറിയുള്ളൂ, വേറൊന്നും എനിക്കറിയില്ല. നിങ്ങൾ സ്വയം തേട്, എങ്ങനെ ആയിരിക്കും നടരാജഗുരു നാരായണഗുരുവിനോട് ഉള്ള ആ ഒരു ബന്ധം എന്താണെന്ന് നിങ്ങൾ തേടി പിടിക്കുക. അതേ വഴിയുള്ളൂ. എനിക്ക് അതൊന്നും പറഞ്ഞുതരാനുള്ള യോഗ്യതയില്ല, അറിവില്ല, അതിനുള്ള കെൽപ്പില്ല എനിക്ക്. ഇത് തന്നെയാണ് ഓരോ ഗുരുപരമ്പരയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഗുരുപരമ്പരയും അങ്ങനെ തന്നെയാണ്. ഗുരു നിത്യനിധിയാണെങ്കിലും എനിക്ക് ശാന്തി നൽകുന്ന ഗുരു മുനി നാരായണ പ്രസാദ് ആണെങ്കിലും ഏത് ഗുരുവാണെങ്കിലും, ഇനി വരാൻ പോകുന്ന സ്വാമി താഗീശ്വരനാണെങ്കിലും സ്വാമി തന്മയാണെങ്കിലും എല്ലാവരും എനിക്കിത് തന്നെ ഉള്ളൂ പറയാൻ. ഞാൻ മനോജ് കുമാർ ഗുരുവംശി. നിങ്ങൾക്കെല്ലാം നന്മ ഉണ്ടാകട്ടെ, ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.